ചങ്കൂറ്റത്തോടെ ഉറക്കെ തന്നെ പറയണം, ഈ രാജ്യം ആരുടെയും തറവാട്ടു സ്വത്തല്ല. ഇന്ന് ഡിസംബർ 6. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു കറുത്ത അധ്യായം. വർഷങ്ങൾക്കിപ്പുറവും ഈ ദിവസം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1902 ബാബറി മസ്ജിദിന്റെ താഴികക്കുടകൾ നിലംപൊത്തിയപ്പോൾ അവിടെ തകർന്നു വീണത് വെറും ഒരു കെട്ടിടമായിരുന്നില്ല. ഇഷ്ടികയ്ക്കും കല്ലിനുമൊപ്പം അവിടെ ഉടഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വം എന്ന മഹത്തായ സങ്കല്പമായിരുന്നു. നമ്മൾ ഓർക്കണം, വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന, വെറുപ്പിന്റെ വിത്തുകൾ പാകുന്ന ഫാസിസ്റ്റ് ചിന്തകൾക്കെതിരെ നമ്മൾ ഉണരേണ്ട സമയമാണിത്. ചരിത്രത്തെ വളച്ചൊടിക്കാനും സത്യത്തെ കുഴിച്ചുമൂടാനും ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാകണം നമ്മുടെ ഓരോ ശബ്ദവും. ഇന്ത്യ എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ മാത്രമല്ല. ഇന്നത്തെ കാലത്ത് ഓരോ ഫാസിസ്റ്റിന്റെയും മുഖത്ത് നോക്കി നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട്, ഈ രാജ്യം ഗാന്ധിയുടേതല്ല, നെഹ്റുവിന്റേതല്ല, ഇനി നാളെ ഗോഡ്സെയുടേതാണെന്ന് പറഞ്ഞാൽ അതുമല്ല. പിന്നെ ആരുടേതാണ് ഈ രാജ്യം? ചങ്കൂറ്റത്തോടെ ഉറക്കെ തന്നെ പറയണം, ഈ രാജ്യം ആരുടെയും തറവാട്ടു സ്വത്തല്ല, ഇത് എന്റേതാണ്, നിങ്ങളുടേതാണ്, നമ്മൾ ഓരോരുത്തരുടേതുമാണ്. ഭരണഘടനയാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം. അതിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. ഫാസിസത്തോട് വിട്ടുവീഴ്ചയില്ല, വർഗീയതയോട് സന്ധിയില്ല. അധികാരത്തിന്റെ ഗർവിൽ നീതിയെ അടിച്ചമർത്താൻ നോക്കുന്നവർ ഓർക്കുക, ഈ രാജ്യത്തിന്റെ ആത്മാവ് മതേതരത്വമാണ്. നമുക്ക് വീണ്ടെടുക്കാം ഭയമില്ലാത്ത, വെറുപ്പില്ലാത്ത, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇന്ത്യയെ. ഇനി ഒരു ഡിസംബർ 6 കൂടി ആവർത്തിക്കാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.